എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹനുമാൻ ചാലിസ എങ്ങനെ ജപിക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈ ആഴ്ച ഹനുമാൻ ചാലിസ എന്തിന് ജപിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹനുമാൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ട് ഹനുമാൻ, അല്ലെങ്കിൽ എന്തിന് ഹനുമാൻ ചാലിസ ജപിക്കണം? അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഹനുമാൻ ചാലിസയിലൂടെ പരിപൂർണമായിട്ടൊന്ന് കടന്നു പോകണം, അല്ലെങ്കിൽ ഹനുമാൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകണം. എന്നാൽ മാത്രമേ എന്തിനു വേണ്ടി ഹനുമാൻ ചാലിസ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹനുമാൻ എന്നുള്ളതിന് പൂർണ്ണമായ ഉത്തരം കിട്ടുകയുള്ളൂ. എന്നാൽ പോലും ഒരു കൗതുക നിവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെറുതായിട്ട്, വളരെ ലഘുവായിട്ട് ഒന്ന് നോക്കാം എന്തുകൊണ്ട് ഹനുമാൻ ചാലിസ എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം എല്ലാ ദേവതകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഡൊമൈനുണ്ട്, ഒരു ഏരിയ ഉണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഏരിയ. സത്യത്തിലെ എല്ലാ ദേവതകളും ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാ ദേവതകളും ആ ശുദ്ധബോധത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ദേവതകളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സാധകനനുസരിച്ചാണ് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അതൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ വാസനകൾക്കനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ശുദ്ധബോധം അവരെങ്ങനെ ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ അവരുടെ മുമ്പിൽ പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഡൊമൈനുകളാണ്. ചിലർക്ക് സൃഷ്ടിയാണെങ്കിൽ ചിലർക്ക് സംഹാരമായിരിക്കും, ചിലർക്ക് സ്ഥിതിയായിരിക്കും. അങ്ങനെ വ്യത്യസ്ത ഡൊമൈനുകളാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു ഡൊമൈനുണ്ട്. ആ ഡൊമൈൻ ഏതാണെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമ്മൾ എന്തിന് ഹനുമാനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നു എന്ന് മനസ്സിലാകുകയുള്ളൂ. ഹനുമാൻ സ്വാമിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ശുദ്ധമായ ഭക്തി, ജ്ഞാനം, വിവേകം, വൈരാഗ്യം, ശക്തി, ബലം, സ്ഥൈര്യം, ഇതൊക്കെയാണ്. ഉത്സാഹം, പരാക്രമം, പേഷ്യൻസ്, ക്ഷമ, ഇതൊക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ ഡൊമൈനുകൾ. അപ്പം ഈ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത്, ഈ തരത്തിലാണ് നമ്മുടെ മാനസികമായ പരിണാമം സംഭവിക്കേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് ഹനുമാൻ ചാലിസ ജപിക്കാം. ഈ ഡൊമൈനുകളൊക്കെ അതിൽ വരുന്നു. അതേസമയം ഈ പറഞ്ഞതിലൊന്നും ഭൗതികമായ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരാളുടെ ക്ഷേമമോ ഐശ്വര്യമോ ധനമോ ഭോഗമോ സുഖമോ ഇതൊന്നും ഇതിൽ വരുന്നില്ല. എല്ലാം ആധ്യാത്മികമായ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തോന്നാം, ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലേ ഹനുമാൻ സ്വാമിനെ ജപിക്കുന്നതെന്ന്. പരമാർത്ഥം അതാണ്. പക്ഷേ ഭൗതിക ഗുണങ്ങൾ ഇല്ലാതാകുന്നില്ല, അല്ലെങ്കിൽ അത് ലഭിക്കാതിരിക്കുന്നില്ല. കാര്യം, നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കണമെങ്കിൽ നമുക്കറിയാം അതിനുള്ള ആർജവം നമുക്ക് വേണം, അതിനുള്ള ബലം വേണം, അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള ക്ഷമ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്താർജിക്കണമെങ്കിലും ജീവിതത്തിൽ. അപ്പം ഇത്തരം ഗുണങ്ങളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഗുണങ്ങളൊക്കെ ഹനുമാൻ സ്വാമിയുടെ ഡൊമൈനാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് കൊണ്ട് ഈ തരത്തിലുള്ള മാറ്റം നമ്മുടെ മനസ്സിന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഭൗതികമായ നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും. ചാലിസ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം, ഗുണസാഗരമായിട്ടാണ് ഹനുമാൻ സ്വാമിയെ പറയുന്നത്, അല്ലെങ്കിൽ അഷ്ടസിദ്ധികളും ഉള്ള ആളായിട്ടാണ് ഹനുമാൻ സ്വാമികളെ പറയുന്നത്. അതൊക്കെ ചാലിസയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഹനുമാൻ സ്വാമിയെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ പാരമാർത്ഥിക തലത്തിൽ ആധ്യാത്മികമായ നേട്ടം അല്ലെങ്കിൽ ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഹനുമാൻ സ്വാമി റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രാണശക്തിയാണല്ലോ. എല്ലാവരിലുമുള്ള പ്രാണശക്തിയാണ് ഹനുമാൻ സ്വാമി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രാണശക്തി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ ദേവതകളും, നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവതകളും, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്ന എല്ലാ അവരെല്ലാം സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന ആളുകളാണ്, സൂക്ഷ്മരൂപികളാണ്, സൂക്ഷ്മലോകത്താണ്. അല്ലെങ്കിൽ ഭൂർലോകത്തോ മഹർലോകത്തോ സ്വർലോകത്തോ തപോലോകത്തോ സത്യലോകത്തോ ഒക്കെയാണ് അവർ നിലനിൽക്കുന്നത്. പക്ഷേ ഹനുമാൻ സ്വാമി നിലനിൽക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ പ്ലെയിനാണ്. അതായത് നമ്മൾ നിലനിൽക്കുന്ന ഈ ഭൂലോകത്ത് തന്നെയാണ് ഹനുമാൻ സ്വാമി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈബ്രേഷനുമായിട്ട് സിങ്ക് ചെയ്യാൻ നമുക്ക് വളരെ പെട്ടെന്ന് പറ്റും. നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ടല്ലോ, ജഗത്തിലെ രാമനാമം ഉള്ള അത്രയും കാലം ഹനുമാൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് പറയുന്നു. അദ്ദേഹം സ്ഥൂല രൂപത്തിലാണെന്ന് പറയുന്നു. അതായത് നമ്മളെപ്പോലെ ഫിസിക്കൽ ബോഡി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റിയാമിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആ വൈബ്രേഷനോട്ട് സിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഗണപതി, ഭദ്രകാളി, കാലഭൈരവൻ, ശാസ്താവ്, ഇവരൊക്കെയാണ് വളരെ ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർ പോലും സൂക്ഷ്മലോകത്താണ്, അല്ലെങ്കിൽ സൂക്ഷ്മരൂപികളാണ്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം സ്ഥൂല രൂപത്തിലാണ്, നമ്മുടെ അതേ ഫിസിക്കൽ പ്ലെയിനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഹനുമാൻ സ്വാമിയെ ആ ഒരു വൈബ്രേഷനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പറയുന്നത്.
ഒരു കാര്യം ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ സ്ഥൂലരൂപികൾക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. അതായത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ദേഹം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഈ കാലദേശങ്ങൾക്ക് വിധേയമായിരിക്കും. കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് കാലത്തിനോ അല്ലെങ്കിൽ ദേശത്തിനെയോ പോകാൻ പറ്റില്ല, തരണം ചെയ്യാൻ പറ്റില്ല. ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് മൂവ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ബോഡി ഉള്ളത് കാരണം നമുക്കൊരു പരിമിതിയുണ്ട്, ലിമിറ്റേഷനുണ്ട്. പക്ഷേ ഈ സൂക്ഷ്മ രൂപത്തിലുള്ള ദേവതകൾക്ക് ആ പരിമിതികളില്ല. പക്ഷേ ഹനുമാൻ സ്വാമിയുടെ വിഷയത്തിൽ ആ പ്രശ്നവുമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ വേഗത മനോവേഗത്തിൽ, അതിനേക്കാൾ വേഗത്തിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പം സ്ഥൂലദേഹം ഉണ്ടെങ്കിലും സ്ഥൂലദേഹത്തിൻ്റെ പരിമിതി ഇല്ലാത്ത ഒരേ ഒരു ഡൈറ്റി ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നവുമില്ല. വളരെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾക്കൊരു സഹായത്തിന് എത്തിച്ചേരാനോ ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ രാമനാമം ഉള്ള അത്രയും കാലം ഹനുമാൻ സ്വാമി ഉണ്ടാവും എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമി റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രാണശക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രാണനുള്ളതെല്ലാം പ്രാണികളാണ്. അതായത് ജീവനുള്ള എല്ലാവർക്കും പ്രാണശക്തിയുണ്ട്. അപ്പോൾ ജീവനുള്ളിടത്തോളം കാലം ആ പ്രാണശക്തി ഉണ്ടാകും, അല്ലെങ്കിൽ പ്രാണശക്തി ഉള്ളിടത്തോളം കാലം ജീവനും ഉണ്ടാകും. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഈ ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം ആ പ്രാണശക്തി ഉണ്ടാകും. ആ പ്രാണശക്തിയുടെ പേഴ്സണിഫിക്കേഷനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അതായത് ആ പ്രാണശക്തിക്ക് നമ്മളൊരു വ്യക്തിത്വ രൂപം കൊടുക്കുകയാണെങ്കിൽ അത് ഹനുമാനാണ്. ഈ പ്രാണശക്തിയാണ് നമ്മുടെ ബലവും ധൈര്യവും ഊർജ്ജവും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിത്വ രൂപമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കാലത്തോളം പ്രാണികൾ ഉണ്ടാകുന്നു അത്രയും കാലം ഈ ഒരു ഫോമും അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷനും ഭൂമിയിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ചിരഞ്ജീവിയാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു താത്വികമായ വശമാണ്. ഇനി മറ്റൊരു സംശയം വന്നിട്ടുള്ളത്, മറ്റ് ജപങ്ങൾ ചെയ്യുന്നവരുണ്ട്. ശിവനെ ജപിക്കുന്നവർ, വിഷ്ണുവിനെ ജപിക്കുന്നവർ, ദേവിയെ ജപിക്കുന്നവരൊക്കെ. അപ്പം അങ്ങനെ ഒരു ജപം കണ്ടിന്യൂ ചെയ്യുന്നവർ ഹനുമാൻ സ്വാമിയെ ജപിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ നമ്മളൊരു ജപം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ വാസനകൾക്കനുസരിച്ചാണല്ലോ നമ്മൾ ജപിക്കുന്നത്. ഈ ജപം കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ആർക്കിടൈപ്പ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ആർക്കിടൈപ്പ്, അതായത് നമ്മൾ ജപിക്കുന്ന ദേവതയുടെ രൂപത്തിലോട്ടോ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിലോട്ടോ നമ്മൾ വരും. നമ്മുടെ മനസ്സങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും. ആ ആർക്കിടൈപ്പ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിരന്തരമായ ജപം ആവശ്യമാണ്. കാര്യം സബ് കോൺഷ്യസ് ലെവലിലോട്ട് ആ ആർക്കിടൈപ്പ് ഫീഡ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത് ഇംപ്രിൻറ്റ് ചെയ്യപ്പെടണം. അതിന് ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ബ്ലോക്കേജ് എപ്പോഴും നമുക്കുണ്ടാകും. അപ്പം നിരന്തരമായ ജപത്തിലൂടെ മാത്രമേ ആ സബ് കോൺഷ്യസ് ലെവലിലോട്ട് ആർക്കിടൈപ്പ് ഫീഡ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കുറേ നാൾ ഒരാളെ ജപിച്ചു, വേറെ കുറച്ച് നാൾ മറ്റൊരാളെ ജപിക്കുകയാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ അതിനൊരു ലാഗ് വരും, അതിനൊരു കോൺഫ്ലിക്റ്റ് വരും, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നിങ്ങളൊരു ജപം ജപിച്ച് പോവുകയാണെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്നാൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് കൊണ്ടോ ഹനുമാൻ ചാലിസ മനസ്സിലാക്കുന്നത് കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല, പ്രശ്നങ്ങളുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ദേവതേനെ ഉപാസിച്ചാലും, ഏത് ദേവതേനെ ആരാധിച്ചാലും, ഏത് ദേവതയുടെ ഭക്തനായിരുന്നാലും, നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ഉപാസനയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഹനുമാൻ്റെ ജീവിതം പഠിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹനുമാനെ പോലെ എത്രയും നല്ലൊരു സാധകൻ, അല്ലെങ്കിൽ ഉപാസകൻ, അല്ലെങ്കിൽ ശരണാഗതിയുള്ളൊരു ഭക്തൻ വേറെ ഇല്ല നമുക്കറിയാം. കാര്യം അദ്ദേഹം പരിപൂർണമായിട്ടും രാമനിൽ സറണ്ടർ ചെയ്ത ആളാണ്. അതായത് ആ പ്രാണശക്തി പരിപൂർണമായിട്ടും ആത്മശക്തിക്ക് വിധേയനാണ്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്തു. നമ്മളൊരു ഉപാസന മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ആ ദേവതയ്ക്ക്, ആ ഡയറ്റിയുടെ മുമ്പിൽ ശരണാഗതി അടയണം. നമ്മുടെ പ്രാണശക്തി ആ ഡയറ്റിയുടെ മുമ്പിൽ, ആ ആത്മസ്വരൂപത്തിൽ സമർപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഹനുമാൻ്റെ എൻ്റെ ജീവിതം കാണിക്കുന്നത് അതാണ്. ഒരു സാധകൻ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു സാധകൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ താൻ എങ്ങനെ ആയിരിക്കണം, തനിക്ക് തൻ്റെ ഡയറ്റിനോടുള്ള ആരാധന, അല്ലെങ്കിൽ വിധേയത്വം, അല്ലെങ്കിൽ ശരണാഗതി അതെങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹനുമാൻ്റെ ജീവിതം പഠിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസയിലൂടെ കടന്നു പോകേണ്ടി വരും. ആ അർത്ഥത്തിൽ നോക്കിയാലും നിങ്ങൾ ഏത് ഉപാസന മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഹനുമാൻ ചാലിസ നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഈ ഹനുമാൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേക സംഭവം. അതായത് ലങ്കയിലോട്ട് പോകേണ്ട അവസരം വരുമ്പോൾ ഹനുമാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ആ ഒരു സാഗരം അദ്ദേഹത്തിന് കടക്കാൻ പറ്റുന്നില്ല, തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഹനുമാൻ ഉപദേശം കൊടുക്കുന്നത് ജാംബവാനാണ്. ജാംബവാൻ ഒരു പുരാണ പുരുഷനാണ്. ആ പുരാണ പുരുഷനൊരു ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരമമായ സത്യം, അതായത് ജഗത്തുണ്ടായ മുതലുള്ള സത്യം അതിനെ ഉപദേശിക്കുക എന്നാണ്. അതായത് വേദം ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന് മറ്റൊരു അർത്ഥം. അയമാത്മാ ബ്രഹ്മ, അല്ലെങ്കിൽ തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന ഉപദേശങ്ങളൊക്കെയാണ് ഈ ഒരു അന്ന് മുതൽ നിലനിൽക്കുന്ന, അതായത് ജഗത്തുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന മഹാവാക്യങ്ങൾ.
അപ്പോൾ ആ മഹാവാക്യങ്ങൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്നാണ്. താൻ ആരാണെന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നു. അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുമ്പോൾ നീ അതാണെന്ന് ഹനുമാനെ ബോധിപ്പിക്കുകയാണ്. അവിടെ ഹനുമാൻ്റെ മനസ്സിന് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷനിൽ നിന്നാണ് ഹനുമാൻ സ്വന്തം അവസ്ഥ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം ആ സാഗരം തരണം ചെയ്യുകയാണ്. സാഗരം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തെയാണ്. ജലതത്വം എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രമാണ്. അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം തരണം ചെയ്യുന്നു. ആ മൂലാധാരത്തിൽ നിന്നും അദ്ദേഹം സ്വാധിഷ്ഠാനം തരണം ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ആ കുണ്ടലിനി ശക്തിയുടെ ജാഗരണമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഏതൊരു സാധകൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഏതൊരു ഉപാസന നടത്തിയാലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഒരു സ്ട്രക്ക് വരും. അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ മനസ്സിനൊരു ട്രാൻസ്ഫോർമേഷൻ വരേണ്ടതുണ്ട്. അവിടെ നിന്ന് ആ ചക്രങ്ങൾ ഭേദിച്ച് മുകളിലോട്ട് പോകേണ്ടതുണ്ട്. അത് ഹനുമാന്റെ ജീവിതം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് ഒരു സാധകന് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു സാധകൻ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് അവന് മാറ്റം വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനൊരു പോസിറ്റീവ് സൈഡും കൂടി ഇതിനുണ്ട്. ഇനി മറ്റൊരു കാര്യം, ആസ്ട്രോളജി, ജ്യോതിഷ സംബന്ധമായിട്ട് നോക്കിയാലും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഗുണമാണ്. കാരണം ജ്യോതിഷം അറിയാവുന്നവർക്കറിയാം, പ്രധാനമായും ആളുകൾക്ക് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ഒന്നെങ്കിൽ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. രാഹുവിനെയും കേതുവിനെയും മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ഗ്രഹങ്ങളിൽ മെലിഫിക് ആയിട്ടുള്ള, അതായത് തമോ ഗ്രഹങ്ങളായിട്ട് 2 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, ചൊവ്വയും ശനിയും. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ആകെ 12 ഭാവങ്ങളാണുള്ളത്. അതിൽ 1, 2, 4, 7, 8, 12, അതായത് 6 ഭാവങ്ങളിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ദോഷമായി. അതുപോലെ തന്നെ അതായത് ആകെയുള്ള ജനസംഖ്യയുടെ 50% ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു എന്നർത്ഥം. ഇനി ശനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ശനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുമ്പിൽ നിന്നാലും അതിന് ശേഷം നിന്നാലും 7ര ശനിയായി, അല്ലെങ്കിൽ 1, 4, 7, 10 നിന്ന കണ്ടക ശനിയായി, അല്ലെങ്കിൽ ശനിയുടെ മഹാദശ 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനിയുടെ മഹാദശയായി. അപ്പോൾ ശനിയുടെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2 മെലിഫിക്കായിട്ടുള്ള പ്ലാനറ്റുകൾ കൊണ്ട് ദോഷങ്ങൾ നമുക്ക് ഹനുമാനിലൂടെ നിവൃത്തി വരുത്താമെന്നാണ് പറയുന്നത്. കാര്യം ഹനുമാൻ ഈ 2 പ്ലാനറ്റുകളുടെയും പോസിറ്റീവ് സൈഡാണ്. അതായത് ഇപ്പോൾ ചൊവ്വയെ മാർസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അഗ്രഷൻ, നമ്മുടെ ആങ്കർ, നമ്മുടെ എനിമിറ്റി, ശത്രുത, ഇതെല്ലാം ലിറ്റിഗേഷൻ, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന മാർസാണ്. പക്ഷേ മാർസിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് കറേജ് മാർസിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ്. അതേപോലെ തന്നെ ഊർജ്ജം, എനർജി മാർസിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ്. ധൈര്യം മാർസിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ്. ഇങ്ങനെ പോസിറ്റീവായ വശങ്ങളുണ്ട്. അതേപോലെ തന്നെ സാറ്റേൺ എടുക്കുകയാണെങ്കിൽ രോഗം, ദുഃഖം, ദുരിതം, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ, ഡിലേ, കാലതാമസം, ഇതിൻ്റെയൊക്കെ ലേസിനെസ്, ഇതിനൊക്കെ കാരണം സാറ്റേൺ ആണെന്ന് പറയുന്നു. പക്ഷേ സാറ്റേണിൻ്റെ പോസിറ്റീവ് വശം എന്താ? സാറ്റേണിൻ്റെ പോസിറ്റീവ് വശം സാറ്റേണിൻ്റെ പേഷ്യൻസ് ആണ്, ക്ഷമയാണ്, സാറ്റേണിൻ്റെ ഡിസിപ്ലിനാണ്. ഇതൊക്കെ സാറ്റേണിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ്. അപ്പോൾ ഈ 2 പ്ലാനറ്റുകളെയും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഈ ഹനുമാൻ ആരാധന അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ഉപയോഗപ്പെടും. സാറ്റേണുമായിട്ടും ചൊവ്വയുമായിട്ടും ഹനുമാനുള്ള ബന്ധം നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. പക്ഷേ ഇതുപോലെ 2 പേരെയും 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസാണ് ഇത് രണ്ടും, ചൊവ്വയും സാറ്റേണിനെയും. ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസിനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരേ ഒരു ഡയറ്റി എന്ന് പറയുന്നത് ഹനുമാനാണ്. അപ്പം ആ രീതിയിലും നമ്മൾക്ക് ഹനുമാൻ ഉപാസിക്കാം. ഓവറോൾ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ദേവതയാണ്. അപ്പോൾ ആസ്ട്രോളജിക്കലിയും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണെന്ന് വന്നു. പിന്നെ ഈ രീതിയിലുള്ള ആരാധന മാത്രമല്ല, ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞാൽ ഹനുമാൻ്റെ ഏറ്റവും വളരെ പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആരാധനാക്രമമാണ്. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതി അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾക്ക് നല്ലത്. ഹനുമാൻ്റെ കടുത്ത ആരാധനകളുണ്ട്. തന്ത്രത്തിൽ ഹനുമാൻ്റെ തന്നെ പദ്ധതികളുണ്ട്, തന്ത്രപദ്ധതികളുണ്ട്. അതൊന്നും നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. വീരോപാസനയാണ് ഹനുമാൻ വരുന്നത്. ഹനുമാൻ 11 രുദ്രന്മാരാണുള്ളത്, ഏകാദശ രുദ്രന്മാർ. ഹനുമാൻ 12ാമത്തെ രുദ്രനാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കാലാഗ്നി രുദ്രൻ എന്നാണ് ഹനുമാനെ പറയുന്നത്. ആ ഡയറ്റിയുടെ വർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉപാസന എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് പറ്റുന്നതല്ല. അത് താങ്ങാനുള്ള ശേഷി സാധാരണക്കാരനുണ്ടാവില്ല. അത് പ്രത്യേകം തന്ത്രപദ്ധതികളാണ്. അതുകൊണ്ട് ഹനുമാൻ്റെ ചില തന്ത്രത്തിൽ വരുന്ന ചില ഗൂഢപദ്ധതികൾ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ഏതെങ്കിലും ഒരു താന്ത്രിക പദ്ധതിയുടെ ഭാഗമാകാതെ നമ്മൾ ജപിക്കരുത്. കാര്യം ആ എനർജീനെ താങ്ങാൻ ആർക്കും പറ്റില്ല, അതിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ഹനുമാൻ എന്ന് പറയുന്നത് കാലഭൈരവനെ പോലെ വളരെ ശക്തിയുള്ള ഒരു ഡയറ്റിയാണ്. ദുർഗാദേവിക്ക് ക്ലിയറൻസ് ചെയ്യുന്നത്, അതായത് ആ ദേവിയുടെ മാർഗങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഈ പറഞ്ഞ കാലഭൈരവനും ഈ പറഞ്ഞ ഹനുമാനുമാണ്, വീരഹനുമാനുമാണ്. അപ്പോൾ അത്രയും പവർഫുള്ളായ ഡയറ്റീനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ കൃത്യമായ ആ ഒരു പദ്ധതിയുടെ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ.
ചിലരൊക്കെ പറയുന്നത് കൽക്കി വരുമ്പോൾ കൽക്കിയോടൊപ്പം ഹനുമാനും വരും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ എന്നൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് കഥയാണ്, മിത്താണ്, അത് നമുക്ക് അങ്ങനെ മാറ്റാം. എന്തായാലും നമ്മൾക്ക് നമ്മുടെ പ്രാണനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്രാണനും മനസ്സും അത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് പ്രാണനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാം, മനസ്സിനെ കൺട്രോൾ ചെയ്താൽ പ്രാണനെയും കൺട്രോൾ ചെയ്യാം. രണ്ടിൻ്റെയും പിറപ്പിടം ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ശ്വാസം നിലക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിലക്കും. അതുപോലെ മനസ്സ് നിലയ്ക്കുമ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി, നമ്മുടെ മനസ്സ് പ്രതീക്ഷിക്കാത്ത, മനസ്സൊരു നിമിഷം സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കാൻ മറക്കും. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് മനോനിയന്ത്രണം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ പ്രാണശക്തിയെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും ആ പ്രാണായാമം ഒക്കെ ഉപയോഗിച്ച്. ഈ പ്രാണായാമം എന്നൊക്കെ പറയുന്നത് ഹനുമാൻ സാധനയാണ്. ഹനുമാൻ ജപത്തിലൂടെ ഓട്ടോമാറ്റിക് പ്രാണായാമമാണ് നടക്കുന്നത്. അപ്പോൾ ആ പ്രാണശക്തിയായിട്ടുള്ള ഹനുമാനെ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാം. അത് വെച്ച് നമുക്ക് നമ്മുടെ മനസ്സിനൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താം. എല്ലാ മനുഷ്യൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ബോധോദയമാണ്. അപ്പോൾ അതിന് ആ പ്രാണനിലൂടെ, ആ പ്രാണശക്തിയിലൂടെ നമ്മൾക്ക് ആ ജ്ഞാനത്തിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഈ ഹനുമാനെ ആരാധിക്കുന്നത്, ഹനുമാനെ ഉപാസിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഹനുമാൻ ചാലിസയെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനം തുടങ്ങണം എന്നാണ് വിചാരിച്ചത്, അത് നടന്നില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഹനുമാൻ ചാലിസ, പ്യുവറായിട്ട് ഹനുമാൻ ചാലിസ വ്യാഖ്യാനത്തിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ശ്രീരാം.